إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب. ഏറെ സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ അല്ലാഹു പവിത്രമാക്കിയ ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പുണ്യങ്ങൾ ലഭിക്കുന്ന ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഹജ്ജിന് അള്ളാഹുവിൻ്റെ അതിഥികളായി പുറപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹം സഫലീകരിക്കുന്ന സന്ദർഭത്തിന് സാക്ഷിയാകാൻ വേണ്ടിയാണ് പുറപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചെത്താനുള്ള ആഫിയത്തും തൗഫീഖും ഒക്കെ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഫضലുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിനൊക്കെ ഒരുങ്ങി അവസാന നിമിഷത്തിൽ അതിൻ്റെ അവസരം നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹു അവർക്ക് അടുത്ത ഏറ്റവും സാധ്യമായ സന്ദർഭങ്ങളിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിവും സമ്പത്തുമൊക്കെ ഉള്ള ആളുകൾക്ക് പലപ്പോഴും ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കാറില്ല. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും ഒത്തുവന്ന് അള്ളാഹുവിൻ്റെ അധികതികളാകാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത്. അതൊരു തൗഫീഖ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോഗ്യവും സാമ്പത്തികമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നല്ല ഒത്തുവരുന്ന സന്ദർഭം നമ്മൾ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്യുമ്പോഴാണ് ആ തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് വരിക. അതുകൊണ്ട് നല്ല പ്രായത്തിൽ നല്ല ആരോഗ്യമുള്ള സന്ദർഭങ്ങളിൽ ഹജ്ജിന് ഒരുങ്ങുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജ് നമുക്കറിയാം, ഇസ്ലാമിൻ്റെ 5 പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്.
മാത്രവുമല്ല അള്ളാഹുവിന്റെ ശക്തമായ കൽപ്പനയുണ്ട്, അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ കൽപ്പനയാണ്. നമ്മൾ വിശ്വസിച്ചതുപോലെ, നമസ്കരിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ, സക്കാത്ത് കൊടുക്കുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വലിയൊരു കൽപ്പനയാണ് ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്ന് പറയുന്നത്. അതിനോടുള്ള നമ്മുടെ സമീപനം വളരെ പോസിറ്റീവായ നിലക്കാവുക എന്നത് പ്രധാനമാണ്. ശ്രേഷ്ഠമായ കർമ്മങ്ങളെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞപ്പോ റസൂലുള്ള 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. അതിലൊന്ന് അൽ-ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, യഖീനായ വിശ്വാസമാണ്. റസൂലിഹി, ആ റസൂലിനെ സത്യപ്പെടുത്തലാണ്. മറ്റൊന്ന് പറഞ്ഞു ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കലാണ്. മൂന്നാമത് പറഞ്ഞത് ഹജ്ജുൻ മബ്രൂർ എന്നാണ്, പുണ്യമാക്കപ്പെട്ട സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിനെ കുറിച്ചാണ് ശ്രേഷ്ഠമായ കർമ്മമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല വഫദുല്ല, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട യാത്രാ സംഘമെന്ന് വിശേഷിപ്പിച്ചതായി ഹജ്ജാജിമാരെ കുറിച്ചും ഉംറക്ക് പോകുന്നവരെ കുറിച്ചൊക്കെ വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു ഇൻ ദഅഉഹു അജാബഹു, അത്തരത്തിലുള്ള യാത്ര പുറപ്പെടുന്നവർ, ഉംറക്കും ഹജ്ജിനും പുറപ്പെട്ടവരുടെ ദഅവത്ത് അല്ലെങ്കിൽ അവരുടെ ദുആ, അവരുടെ വിളി, അവരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഇജാബത്ത് നൽകുമെന്നാണ്, ഉത്തരം നൽകുമെന്നാണ്. വഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും, അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ അല്ലാഹു തആല അവർക്ക് പൂർണ്ണമായി പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ അല്ലാഹുവിന്റെ വഫദുകളാണ്, യാത്രാ സംഘങ്ങളാണ് അവർ ഹജ്ജിന് പോകുന്നവരും ഉംറക്കാരും എന്നൊക്കെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഹജ്ജിന്റെ പ്രതിഫലം എന്താണ്? സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം എന്ന് പറയുന്നത് അൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ അതിന് മറ്റൊരു പ്രതിഫലമില്ല എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം ഉറപ്പാക്കപ്പെടുന്ന അത്രമാത്രം പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജും ഉംറയും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് നല്ല നിയ്യത്തും നല്ല ഈമാനും നല്ല ഇഖ്ലാസും നല്ല തഖ്വയോടുകൂടിയൊക്കെ ഹജ്ജും ഉംറയും നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾ റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു, തന്റെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ മനസ്സും ശരീരവും ഒക്കെ വളരെ ശുദ്ധമായ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഒരവസ്ഥയിലായിരിക്കും അയാൾ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അത്രമേൽ പുണ്യമുള്ള ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ഒരു മഹത്തായ ഇബാദത്താണത്. ജനിച്ച കുഞ്ഞിനെ പോലെ പാപമോചനം കരസ്ഥമാക്കി സ്വർഗം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു കർമ്മം എന്ന നിലക്ക് ഈ ഹജ്ജിനും ഉംറക്കുമൊക്കെ ഇതുവരെ പോകാൻ സാധിക്കാത്തവർ വരും വർഷങ്ങളിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ സാധ്യമാകുന്ന രൂപത്തിൽ നടത്തണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഹജ്ജ് മഖ്ബൂലും മബ്രൂറുമാകണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അതിന്റെ അനുഷ്ഠാന കർമ്മങ്ങളാണ്. അതിന്റെ തവാഫും അതിന്റെ സഅയും അതിന്റെ യാത്രകളും ത്യാഗോജ്ജലമായ കുറേ സന്ദർഭങ്ങൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്. മിനയും മുസ്ദലിഫയും അറഫയും ജംറയിലുള്ള കല്ലേറും അതുപോലെയുള്ള കർമ്മങ്ങൾ, ഉളുഹിയ്യത്തും അതുപോലെ കർമ്മശാസ്ത്രപരമായ കുറേ വിഷയങ്ങൾ അതിലുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരമാവുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. മറ്റൊന്ന് അതിന്റെ ആത്മീയമായ തലമാണ്, ഈമാനികമായ തലമാണ്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം പൂർണ്ണമാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഹജ്ജിനും ഉംറക്കുമൊക്കെയുള്ള യാത്രക്കൊരുങ്ങുക, യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കുക. ആ വിഭവങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും നന്നായി ഒരുക്കേണ്ടത് ഏതാണ്? തഖ്വയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ഭയമാണ്, പേടിയാണ്, അള്ളാഹിനോടുള്ള ഇഷ്ടമാണ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും പൊരുത്തവും ഒക്കെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയും ഒരു സൂക്ഷ്മതാബോധത്തോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ, കർമ്മങ്ങളെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിന്റെ ഒരു ആത്മീയ തലം എന്ന് പറയുന്നത്, അതിന്റെ റൂഹ് എന്ന് പറയുന്നത് പ്രധാനമായും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, ദിക്റുള്ളയാണ്. അതുപോലെ തന്നെ തൗഹീദാണ്, ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമാണ്. ഇത് രണ്ടും അതിന്റെ മർമ്മമാണ്. ഹജ്ജും ഉംറയും എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാത്തൊരു ഇബാദത്താണ്.
നമ്മൾ അതിൽ തന്നെയാണ് പൂർണ്ണമായും മനസ്സും ശരീരവും അതിലേക്ക് അങ്ങനെ മുഴുകുന്ന ഒരു അനുഭവമാണത്. ഒരു ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. ഉംറക്കൊക്കെ പോയ ആളുകൾക്ക് തന്നെ അതിന്റെ ഒരു ചെറിയ അനുഭവങ്ങൾ ഉണ്ടാവും. ഹജ്ജ് എന്ന് പറഞ്ഞത് അത് കുറേ ദിവസങ്ങൾ, കുറേ കർമ്മങ്ങൾ അതിൽ തന്നെ മുഴുകി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അനുഭൂതിയുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ആ ഒരു അനുഭൂതി അനുഭവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, ഹജ്ജിലൂടെ നിങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിലൂടെ ദുനിയവിയായും ഉഖറവിയായും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിൽ ഒരുപാട് ഖൈർ അതുകൊണ്ട് അള്ളാഹു നൽകും. നാളെ പരലോകത്തും ഉഖറവിയായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് ഒരുപാട് മനാഫിയകൾ നമുക്ക് നൽകുമെന്നാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ തൗഹീദിന്റെ പ്രാധാന്യം ഹജ്ജുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതിന്റെ തൽബിയത്ത് തന്നെ തൗഹീദിന്റെ വിളംബരമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ എത്തിയിരിക്കുന്നു, നിന്റെ അതിഥികളായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞങ്ങൾ അല്ലാഹുവേ നിന്നെ അല്ലാതെ ആരാധിക്കുന്നില്ല, നിന്നോടൊന്നിനെയും ഞങ്ങൾ പങ്കാളികളെ വെക്കുന്നില്ല. എല്ലാ ഹംദും നിഅമത്തും നിനക്കാണ് റബ്ബേ, നിനക്കൊരു പങ്കാളികളുമില്ല എന്ന നിലക്ക് പരിപൂർണമായ വളരെ വിശുദ്ധമായ കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വിളംബരവുമായിട്ടാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആളുകൾ എത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ സന്ദർഭത്തിൽ പിന്നീട് പ്രഖ്യാപിക്കുന്നുണ്ട്, അഹല്ല ബിത് തൗഹീദ്, ഇത് തൗഹീദിന്റെ വിളംബരവുമാണ് എന്ന്. തൗഹീദിന്റെ ശബ്ദമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്, നിങ്ങളത് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ സഹാബത്തിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലബ്ബൈക അല്ലാഹു അൽ ഹഖ് എന്ന് പ്രത്യേകം പറയുന്നത് കാണാൻ പറ്റും. ലബ്ബൈക ഇലാഹൽ ഹഖ്, ഇലാഹൽ ഹഖ് എന്ന യഥാർത്ഥ ദൈവീകമായ ഒരു സന്ദേശമാണ് ഇതിലുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിയും. തവാഫ് നിർവഹിച്ച ശേഷം നമ്മൾ നിർവഹിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. ആ നമസ്കാരത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഇഖ്ലാസിന്റെ ഉള്ളടക്കം മൊത്തത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടതാണ്. സൂറത്തുൽ കാഫിറൂനാണ് മറ്റൊരു സൂറത്ത്, അതിലും നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ സന്ദേശമാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഫക്കും മർവക്കും ഇടയിലുള്ള ആ ഓട്ടത്തിനിടയിൽ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വത്തെ, തൗഹീദിനെ നിങ്ങൾ വാഴ്ത്തി പറയുക, നിങ്ങൾ തക്ബീറുകൾ മുഴക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്നൊക്കെ തുടങ്ങിയ പ്രാർത്ഥനകൾ കഅബക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച സന്ദർഭങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറഫയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രധാനപ്പെട്ട പ്രാർത്ഥനയും അത് തന്നെയാണ്. ഞാനും എന്റെ മുൻ കഴിഞ്ഞുപോയ എല്ലാ അംബിയ മുർസലുകളും ആദ്യവും പ്രധാനവുമായും പ്രഥമമായി ജനങ്ങളോട് ഉപദേശിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് അവരോട് ഉത്ബോധിപ്പിക്കുന്നതും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിച്ചത് ഈ ഹജ്ജിന്റെ സന്ദർഭം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ശരിക്കും ഉൾക്കൊള്ളാൻ, അത് ഉൾക്കൊണ്ടവർ അള്ളാഹുവിൽ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാനും ഒക്കെയുള്ള വലിയൊരു അവസരമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ നന്നായി ഓർക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുആ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ വിനയപ്പെട്ട ഏറ്റവും നല്ല ഒരു മുഅ്മിനായി നമ്മൾ മാറുക എന്നതാണ്. ഹജ്ജ് കഴിയുന്നതോടുകൂടി അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ ബോധ്യപ്പെടാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കഅബയിലും പരിസരത്തും കാണാൻ കഴിയും. ആ സേവനവും സാന്ത്വനവും ത്യാഗവും അങ്ങനെ അതിനിടയിൽ നടക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് ത്യാഗത്തിന്റെ നല്ല ഓർമ്മകൾ സമ്മാനിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തവാഫും ജംറയിലുള്ള കല്ലേറുമൊക്കെ നിങ്ങൾക്ക് അതിനിടയിലൊക്കെ ലഭിക്കുന്നത് എന്താണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ലീഖാമത്തി ദിക്രില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറയുക എന്നുള്ളതാണ്. മുസ്ദലിഫയിൽ എത്തുമ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ദലിഫയിൽ മുമ്പ് കാലത്ത് ഖുറൈശികൾ അവരവിടെ ഒത്തുചേരും, മുസ്ദലിഫയിൽ ഒത്തുചേരും, മക്കയിലെ മുശ്രിക്കുകളൊക്കെ ഒത്തുചേരും. എന്നിട്ട് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ധീരസ്മരണകൾ അവർ വാഴ്ത്തിപ്പാടും, അവരെക്കുറിച്ച് അവർ ഓർക്കും, അവരുടെ കഥകൾ പറയും. അവരങ്ങനെ അവർ
അവരുടെ സ്മരണകളാണ് കൂടുതലായി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ അതിനേക്കാൾ നിങ്ങൾ ഓർക്കേണ്ടത്, ശക്തമായി നിങ്ങൾ ഓർക്കേണ്ടത് അവിടെയൊക്കെ വെച്ച് അള്ളാഹുവിനെയാണ് എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. ഈ ഹജ്ജിന്റെ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. ഫദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. എണ്ണപ്പെട്ട ദിവസങ്ങൾ, ദുൽഹിജ്ജ മാസത്തിലെ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ധാരാളമായി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഹജ്ജിന്റെ റൂഹ് എന്ന് പറയുന്നത് ഒന്ന് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള കൂറുമാണ് എന്നതാണ്. രണ്ടാമത് ഹജ്ജ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്താണ്? അതിലൂടെ ലഭിക്കുന്ന തസ്കിയത്തും തർബിയത്തുമാണ് എന്നതാണ്. തസ്കിയത്തുണ്ടാകണം, തർബിയത്ത്, നമുക്ക് ഒരുപാട് പരിശീലനങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. എല്ലാം ത്വഹാറത്തിനെ കുറിച്ചാണ്, വിശുദ്ധമാകുന്നതിനെ കുറിച്ചാണ്, നമ്മൾ നന്നാകുന്നതിനെ കുറിച്ചാണ്. ശരീരവും മനസ്സും ജീവിതവും എല്ലാ തലവും സർവ്വതലങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മളായി തീരുക എന്നതാണ്. ആ ഒരു റൂഹിന്റെ ഭാഗമുണ്ട്, ഒരു ആത്മീയമായ ഭാഗം. അത് ഹജ്ജിന് പോകുന്നവർക്ക് കിട്ടണം. ഹജ്ജൊക്കെ കഴിഞ്ഞു വന്നാലും അതൊക്കെ നിലനിർത്താൻ നമുക്ക് കഴിയണമെന്നതാണ്. അപ്പോഴാണ് ഹജ്ജ് നമ്മളെ സ്വാധീനിച്ചു എന്ന് പറയാൻ കഴിയുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. ആരെങ്കിലും ഹജ്ജിന് പുറപ്പെട്ടാൽ, ഹജ്ജ് നിർവഹിച്ചാൽ, ഹജ്ജിന് തയ്യാറെടുത്താൽ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ, ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. അവിടെ പിന്നെ വൃത്തികേടുകൾ ചെയ്യാൻ പാടില്ല, അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, തർക്കമുണ്ടാകാൻ പാടില്ല, പരസ്പരമുള്ള മറ്റ് വേറെ വിദ്വേഷങ്ങളോ ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അനുവദനീയമായ പലതും ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അല്ലാഹു തആല നിഷിദ്ധമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അനുവദിച്ച കാര്യങ്ങളായിരിക്കും, ഹലാലാക്കിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ചിലത് നിങ്ങൾ ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് വിവാഹം അന്വേഷിക്കാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ കച്ചവടം ചെയ്യാൻ പാടില്ല, അവിടെ നിങ്ങൾ നഖം മുറിക്കാൻ പാടില്ല, അവിടുത്തെ മറ്റ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, തർക്കങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. പല കാര്യങ്ങളും നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം നമുക്ക് അനുവദിച്ച കാര്യമാണ്, നഖം മുറിക്കൽ നമുക്ക് അനുവദിച്ച കാര്യമാണ്, സുഗന്ധം പൂശൽ നമുക്ക് അനുവദിച്ച കാര്യമാണ്. പക്ഷെ അവിടെ ചില നിബന്ധനകളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രത്യേകമായി നമുക്ക് കാണാൻ പറ്റും. പുണ്യമാണ് എന്ന് കരുതുന്ന പലതും ഇഹ്റാമിൽ കയറിയാൽ ചിലതൊക്കെ നിഷിദ്ധമാണ്. അപ്പൊ നമുക്ക് അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്ത് അത് ചെയ്യാതിരിക്കുകയും നമ്മൾ നിയന്ത്രണം വരുത്തി നമ്മൾ പരിശീലിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഹജ്ജിന് പോയി, ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങിയാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പോലും അവിടെ നിർവഹിക്കാൻ പാടില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. തവാഫ് നടക്കുന്ന നമുക്കറിയാം, അവിടെ ആണും പെണ്ണും ഒക്കെയുള്ള വ്യത്യസ്തമായ വഴികളോ വ്യത്യസ്തമായ സംഗതികളൊന്നും ആ സന്ദർഭത്തിലില്ല. എല്ലാം ഇടകലർന്നൊക്കെയാണ് നിർവഹിക്കുക. പലപ്പോഴും തിരക്കിന്റെ സന്ദർഭങ്ങൾ ഉണ്ടാവും, പലപ്പോഴും ശൈത്താനിയത്ത് മനസ്സിനെ ബാധിക്കുന്ന സന്ദർഭങ്ങളാണ്. അവിടെയാണ് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, തഖ്വ ഉണ്ടാകുക, നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുക, മനസ്സും ശരീരവും ഒക്കെ നിങ്ങളുടെ ആത്മീയമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുക. ഒരു തോന്നിവാസമോ ഒരു വൃത്തികേടോ ഒരു തിന്മയോ ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. അത് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. നമ്മുടെ തഖ്വ പരിശോധിക്കപ്പെടുന്നു, നമ്മുടെ ഈമാൻ പരിശോധിക്കപ്പെടുന്നു, നമ്മുടെ ചിന്തകൾ പരിശോധിക്കപ്പെടുന്നു, നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശോധിക്കപ്പെടുന്നു. അത്തരം സന്ദർഭങ്ങളിലൂടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പോകുന്ന നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമുക്കുള്ള തർബിയത്താണ്. ഈ തർബിയത്തിലൂടെ നമ്മളെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ്. ഇഹ്റാമിൽ നമുക്കറിയാം, പുരുഷന്മാരുടെ വസ്ത്രം ഒരു തുണി ഉടുക്കുകയും ഒരു മുണ്ട് പുതക്കുകയാണ് ചെയ്യുന്നത്. തലമറക്കാൻ പാടില്ല. വളരെ ലളിതമായ രണ്ട് വസ്ത്രമാണ് അവർക്കുള്ളത്. ലാളിത്യത്തെ പരിചയപ്പെടുത്തുകയാണ്. ഏത് സാഹചര്യങ്ങളിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പരിശീലനം നൽകുകയാണ്. ഇവിടെ ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. സൂട്ടും കോട്ടുമുള്ള ആളായിരിക്കും, വലിയ വസ്ത്രത്തിന്റെ ഷോപ്പ് നടത്തുന്ന ആളായിരിക്കും. ഇവിടെ അതൊക്കെ വാങ്ങാനും അനുഭവിക്കാനും ആഡംബര രൂപത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനൊക്കെ പറ്റിയ ആളായിരിക്കും. പക്ഷേ അവിടെ രണ്ട് തുണിയെ പറ്റുള്ളൂ, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും ഉള്ള ഒരു തുണിയാണ്, ഒരു മേൽവസ്ത്രവുമാണ്.
വസ്ത്രമാണ്, എല്ലാവരും ഒരേ വസ്ത്രമാണ്. മുന്തിയതൊക്കെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ ഉപേക്ഷിക്കുകയാണ്. എന്തിനാണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റസൂലുള്ളാഹിന്റെ മാതൃകയാണ്. അള്ളാഹുവിന് വേണ്ടി വിനയാന്വിതനാവുകയാണ്, വിധേയപ്പെടുകയാണ് എന്നതാണ്. മിനയിലും മുസ്ദലിഫയിലും ഒക്കെ നോക്കൂ, താമസം ഇവിടെ ലക്ഷറി വില്ലകളിലും വലിയ ഹോട്ടലുകളിലൊക്കെ താമസിച്ച ആളുകളായിരിക്കും. അവിടെയൊക്കെ താമസിക്കാൻ സൗകര്യപ്പെടുന്ന ആളുകളായിരിക്കും, കയ്യിൽ പണമുള്ള ആളുകളായിരിക്കും. പക്ഷേ മിനയിൽ ചെറിയൊരു കൂടാരത്തിനുള്ളിലാണ് താമസം. മുസ്ദലിഫയിൽ എന്താ ഉള്ളത്? ആ മണ്ണിലാണ് താമസം. ആകാശമാണ് അവന്റെ മേൽക്കൂര എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. അവിടെ സൗകര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ റബ്ബിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഫക്കീറായ ഒരു മനുഷ്യന്റെ വസ്ത്രത്തെ, ഒരു വെള്ള വസ്ത്രത്തെ അവൻ സ്വീകരിക്കുകയാണ്. ആഡംബരങ്ങളോടുള്ള വിരക്തി അവൻ പരിശീലിക്കുകയാണ്. ദുനിയാവിലെ എല്ലാ സുഖങ്ങളോടും സൗകര്യങ്ങളോടും ഒക്കെയുള്ള ആ ഒരു വിരക്തി അവൻ പരിശീലിക്കുകയാണ്. നമ്മുടെ ശീലങ്ങളെയൊക്കെ നന്നാക്കിയെടുക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. വളരെ സ്ഥാനപദവിയിലുള്ള മനുഷ്യനും വളരെ സാധാരണക്കാരനായ മനുഷ്യനും അവന്റെ സംസ്കാരം, അവന്റെ മുദ്രാവാക്യം, അവന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഒരേപോലെയാണ്. ചേർന്ന് നിന്നാണ് അവർ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തത്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ വലിയൊരു അവസരമാണ് ഹജ്ജ് നൽകുന്നത് എന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത്, അവിടുത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സന്ദർഭങ്ങളാണ് എന്നതാണ്. തവാഫിന്റെ സന്ദർഭങ്ങൾ, സഫാ മറവക്കടയിലെ സന്ദർഭങ്ങൾ, അറഫയിലെ സന്ദർഭങ്ങൾ, മുസ്ദലിഫയിലെയും മിനയിലെയും സന്ദർഭങ്ങൾ, അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങൾ, ജംറകൾക്ക് അവിടെ കല്ലെറിഞ്ഞതിനു ശേഷമുള്ള സന്ദർഭങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായ പ്രാർത്ഥനകൾ, രാത്രിയായി നേരം വെളുക്കുമ്പോഴുമുള്ള സന്ദർഭങ്ങളിലെ നിരന്തരമായ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച സന്ദർഭങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളാണ്. മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത് പ്രത്യേകം പ്രാർത്ഥന നടത്തേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രത്യേകമായ അള്ളാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിന്റെയും ഒക്കെ ചരിത്രം ബന്ധിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു, ഫീഹി മഖാമു ഇബ്രാഹിം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. അവിടെ നിങ്ങൾ നമസ്കരിക്കുക, നമസ്കാര സ്ഥലമായി അതിനെ സ്വീകരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നത് കാണാൻ കഴിയും. കഅബാലയം പല തവണയായി പുതുക്കിപ്പണിതിട്ടുണ്ട്, അതിന്റെ പരിസരങ്ങളൊക്കെ പല രൂപത്തിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ മഖാമു ഇബ്രാഹിം അവിടെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നത് ആ ചരിത്രത്തെ, അതിന്റെ പുണ്യത്തെ, അതിന്റെ പവിത്രതയെ എത്രമാത്രം ദീൻ പരിഗണിക്കുന്നു എന്നതിന്റെയൊക്കെ കാര്യങ്ങളാണ്. ഹാജറിനെ എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹജ്ജുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? എത്രമാത്രം പരീക്ഷണങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. ആ പരീക്ഷണങ്ങളെ അവരെങ്ങനെയാണ് അതിജയിച്ചത്? വിഷമഘട്ടങ്ങളെ എങ്ങനെയാണ് അവർ മറികടന്നത്? അവരുടെ സങ്കടങ്ങളെ എങ്ങനെയാണ് അള്ളാഹു പരിഹരിച്ചു കൊടുത്തത്? അവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു എങ്ങനെയാണ് സാധ്യമാക്കി കൊടുത്തത്? എല്ലാ വിഷമഘട്ടങ്ങളിലും അവർക്ക് അള്ളാഹു ആയിരുന്നു അത്താണി എന്നതാണ്. എല്ലാ വിഷമഘട്ടങ്ങളിലും അവർ അള്ളാഹുവിനോടാണ് സങ്കടം പറഞ്ഞത് എന്നാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വെള്ളം ചേർക്കാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് സകലതും സമർപ്പിച്ച് സുബറങ്ങേയറ്റം ജീവിതത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ അവർ മറികടന്ന് നമുക്ക് കാണാൻ കഴിയും. മറികടക്കുന്നത് അള്ളാഹിന്റെ തൗഫീഖാണ്, അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടാണ്. അവിടെ ഊശ്വരമായ മരുഭൂമിയിൽ അള്ളാഹു വെള്ളം നിറച്ചു കൊടുക്കുകയാണ്. വെള്ളമില്ലാത്തത് കൊണ്ട്, ജനവാസമില്ലാത്ത നാട്ടിൽ വെള്ളമായതോടുകൂടിയായി ജനലക്ഷങ്ങൾ അവിടേക്ക് കടന്നു വരികയാണ്, ജനപദങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്, അവിടെ വിഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന നിലക്ക് ആ മണ്ണ് ഫലഭൂയിഷ്ടമായ മണ്ണാവുകയാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ വിഭവങ്ങളും മക്കയിൽ എത്തിച്ചേരുന്ന സന്ദർഭങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും വന്നാൽ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അതിന് പിന്നെ ഒന്നും തടസ്സമല്ല. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ അതിനെ മറികടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരുമെന്നാണ്. സംസം എന്ന നീരുറവ അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹു തആല സംസമിനെ പോലെ നീരുറവകൾ പൊടിക്കുമെന്നാണ്. അവന്റെ ബർക്കത്തുകൾക്ക് നമ്മൾ സാക്ഷിയാകുമെന്നാണ്. പക്ഷേ കരാറുണ്ട് അള്ളാഹിനെ മാത്രമേ ഓർക്കാവൂ എന്നാണ്. ആ നിലക്ക് ഇബാദത്തുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വേണ്ടത് എന്നാണ്. ശിർക്ക് കലരാത്ത ജീവിതം ഉണ്ടാകണം എന്നതാണ് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് പഠിപ്പിക്കുന്നത്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട്.
ഹജ്ജ് നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. അത് നിർവഹിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള കൂറ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അതുപോലെ തന്നെ അതിലൂടെ ലഭിക്കേണ്ട തസ്കിയത്ത്, തർബിയത്ത്, ത്വഹാറത്ത്, വിശുദ്ധി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലൂടെ എന്ന നിലക്ക് നമ്മൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട അടുപ്പം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജയുടെ ഈ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏറെ പുണ്യകരമായ സമയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ എന്താണ് കൂടുതലായി ദീനിയായി തുടങ്ങിയത്? ഖുർആൻ പാരായണം നമുക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു, ഖുർആൻ പഠനം നമുക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു, ഖുർആൻ മനപ്പാഠം നമുക്ക് നിർവഹിക്കാമായിരുന്നു, ഇബാദത്തുകൾ, സുന്നത്തുകൾ, സുന്നത്തു നോമ്പുകൾ, അങ്ങനെ തുടങ്ങി അമലി സ്വാലിഹാത്തുകളൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. വൈകിപ്പോയവർ ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് സന്നദ്ധരാവുക, അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ദുൽഹിജ്ജ 10 ദിവസത്തിനുള്ളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാനുള്ള അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗമ അറഫയാണ്, അറഫയുടെ നോമ്പാണ്. ഹജ്ജിന്റെ ദിനരാത്രങ്ങളിൽ ഏറ്റവും പുണ്യമേറിയ ഒരു ദിനമാണ് അറഫയുടെ ദിവസമെന്ന് പറയുന്നത്. ദുൽഹിജ്ജ 9 അറഫ ദിനത്തിൽ നമുക്ക് നോമ്പെടുക്കുക എന്നതാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അറഫയെപ്പറ്റി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം അവർ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മാമിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ എന്നാണ്. അറഫ ദിനത്തിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നാണ്. നരകമോചനമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണല്ലോ. ആ നിലക്ക് ആ നോമ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളത് നിർവഹിക്കുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുപോയ പാപങ്ങളെ അള്ളാഹു പുറത്തു തരും. വരാനിരിക്കുന്ന കാലത്തും സംഭവിക്കുന്ന ചെറിയ തെറ്റുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അറഫ നോമ്പ് കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമെന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ നിലക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ കർമ്മം നമ്മൾ അനുഷ്ഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുമാറാവട്ടെ. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു തആല സഫലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി അവശത അനുഭവിക്കുന്നവരുണ്ട്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായി വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണം
രക്ഷിക്കണേ റഹ്മാനെ. മഴക്കെടുതികളിൽ നിന്ന്, മഴയുടെ വിപത്തുകളിൽ നിന്ന്, ഷെറുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ പ്രദേശങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ നിലക്കുമുള്ള നന്മകളിൽ മത്സരിച്ച് മുന്നേറാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങളുണ്ട്, സഹോദരങ്ങൾ സഹോദരിമാരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ, അല്ലാഹുമ്മ അർഹം ലനാ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർസുഖ് ലനാ യാ ഖൈറർ റാസിഖീൻ, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.